സുബോധം വന്നതും അവളെ അവൻ ഇരു കൈകൾ കൊണ്ട് തലങ്ങും വിലങ്ങും തല്ലാൻ തുടങ്ങി. അവളെ തടയാൻ ശ്രമിച്ചതും പെട്ടെന്ന് വണ്ടി ചെരിഞ്ഞു. അവൾ വീഴാൻ പോയതും അരയിൽ കൂടി പിടിച്ച് അവൻ്റെ അടുത്തേക്ക് ചേർത്തിരുത്തി. അവൻ്റെ ശ്വാസം മുഖത്ത് പതിഞ്ഞതും അവൾ പതിയെ കണ്ണുകളടച്ചു. മായാലോകത്തെന്ന പോലെ അവൾ തൻ്റെ മുഖം ഉയർത്തി ഇരു കൈകളെയും നീട്ടി. പെട്ടെന്നവൻ ബ്രേക്ക് ചവിട്ടിയതും അവളുടെ ദേഹത്ത് തട്ടി പിന്നോട്ട് ആഞ്ഞു നിന്നു. ദേഷ്യത്തോടെയുള്ള അവളുടെ നോട്ടം കണ്ടതും അവൻ കണ്ണിറുക്കിക്കൊണ്ട് കള്ളച്ചിരിയോടെ ഒരു വശത്തേക്ക് മുഖം തിരിച്ചു. അവനെ പിന്നിലോട്ട് തള്ളി അവൾ വണ്ടിയിൽ നിന്നിറങ്ങി. അല്ല, നീ ഇതെവിടെ പോകുന്നു? രൂക്ഷ നോട്ടം മറുപടി കൊടുത്ത് വണ്ടിക്ക് പിന്നിൽ കയറിയിരുന്നു. ഇനി വണ്ടി വിട്. ചെറു നീരസത്തോടെ അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അല്ല, നിനക്ക് ബിയർ വേണ്ടേ? എനിക്കൊരു കൂപ്പും വേണ്ട. താനൊന്ന് വണ്ടി എടുക്ക്. ഷടാ, ഒരു സഹായം ചെയ്യുന്നു കരുതിയ അതിനും സമ്മതിക്കില്ല. മിണ്ടാതെ വണ്ടി എടുക്കടോ. വേ. തിരിഞ്ഞും മറിഞ്ഞും കിടന്നുകൊണ്ട് നന്ദു ചിന്തയിൽ മുഴുകി. വിനു പറഞ്ഞ വാക്കുകൾ ഓരോന്നും അവളുടെ ഉറക്കം കെടുത്തി. അച്ചുവും അയാളും തമ്മിൽ എന്തായിരിക്കും ബന്ധം? അവളെ പറയുമ്പോൾ എന്തിനാണ് അവൻ ഇത്ര ഇമോഷണൽ ആവുന്നത്? അതിനു മാത്രം എന്തായിരിക്കും അവർക്കിടയിൽ സംഭവിച്ചത്? വിനു അങ്ങനെയൊക്കെ പറയാനുള്ള കാരണം ഓരോന്ന് ചിന്തിച്ചു കൂട്ടുമ്പോഴും തല പെരുക്കുന്നത് പോലെ തോന്നി അവൾക്ക്. എഴുന്നേറ്റിരുന്ന് ടേബിളിൽ കിടന്ന ബോട്ടിലെടുത്ത് വായിലേക്ക് കമിഴ്ത്തി ജനാലക്കരികിൽ വന്നു നിന്നു. നേരം വെളുക്കാൻ ഇനിയും മണിക്കൂറുകൾ ബാക്കി. ഷെൽഫിന് മുകളിൽ കിടന്ന തൻ്റെ ബാഗിലെ ഡയറി എടുത്തവൾ ടേബിളിന് അടുത്ത് വന്നിരുന്നു. എന്തൊക്കെയോ കുത്തിയും കുറിച്ചും അവൾ ആ ടേബിളിൽ തല ചായ്ച്ചു. എപ്പോഴോ ഉറക്കത്തിലേക്ക് വഴുതി വീണു. റെയിൽവേ സ്റ്റേഷൻ ആ ഒഴിഞ്ഞ സീറ്റിന് അറ്റത്ത് വിനുവും മധുവും ഇരിപ്പുറപ്പിച്ചു. അവർക്കിടയിൽ തളം കെട്ടി നിന്ന മൗനത്തെ തട്ടിമറിച്ച് വിനുവിൻ്റെ ഫോൺ റിങ് ചെയ്തു. സ്ക്രീനിൽ നന്ദു കോളിംഗ് കണ്ടതും പെട്ടെന്ന് ഫോൺ സൈലൻ്റാക്കി കീശയിലോട്ട് തിരുകി. ആരാടാ? വിനുവിൻ്റെ ചോദ്യം കേട്ടതും അവനൊന്ന് പരുങ്ങി. അത് കസ്റ്റമർ കെയർ. ട്രെയിൻ വരുന്ന ശബ്ദം കേട്ടതും ഇരുവരും എഴുന്നേറ്റ് വണ്ടിക്കടുത്തേക്ക് നീങ്ങി. ഇനി എന്നാടാ? കയ്യിലെ ബാഗ് നീട്ടിക്കൊണ്ട് വിനു ചോദിച്ചു. അറിയില്ല. ഞാൻ അങ്ങോട്ട് വരേണ്ടി വരുമോ? ട്രെയിനിനകത്തേക്ക് കയറുന്നതിനിടയിൽ വിനുവിൻ്റെ ചോദ്യം കേട്ടവൻ പുഞ്ചിരിച്ചു. സോറി, ഇന്നലെ ഞാൻ. അതൊക്കെ പോട്ടെ, അവിടെ എത്തിയാൽ വിളിക്കാൻ മറക്കരുത്. ശരിയെന്ന പോലെ അവൻ തലയാട്ടി. ട്രെയിൻ നീങ്ങി തുടങ്ങിയതും കൈവീശി യാത്ര പറഞ്ഞ് അകത്തോട്ട് കയറിപ്പോയി. ഫോൺ എടുത്ത് നോക്കിയതും നന്ദുവിൻ്റെ 3 മിസ് കോൾ. തിരിച്ചു വിളിച്ചതും ഒറ്റ റിങ്ങിൽ തന്നെ അറ്റൻഡ് ചെയ്തു. വിനുവേട്ടൻ എവിടെയാ? ഞാൻ റെയിൽവേ സ്റ്റേഷനിലാ. റെയിൽവേ സ്റ്റേഷനിലോ? എങ്ങോട്ട് പോവുക? മറുപടി കേട്ടപ്പോൾ അവളൊന്ന് പരിഭ്രമിച്ചു. ഞാൻ മധുവിനെ കൊണ്ടുവിടാൻ വന്നതാ. അല്ല, താൻ എന്തിനാ വിളിച്ചത്? എനിക്കൊന്ന് കാണാൻ പറ്റുമോ? അതിനെന്താ, നീ എവിടെയാ? വീട്ടിൽ. ഇവനെയും കുളക്കടവ് വരാൻ പറ്റുമോ? ഓക്കെ. ഫോൺ കട്ട് ചെയ്ത് വിനു വണ്ടിയുമായി നീങ്ങി. ഒരുപാട് നേരമായോ വന്നിട്ട്? കുളത്തിൻ്റെ പടിക്കലിരുന്ന് ചെറുകല്ല് പെറുക്കി വെള്ളത്തിലേക്ക് എറിയുന്നതിനിടയിൽ പിന്നിൽ നിന്ന് വിനുവിൻ്റെ ശബ്ദം കേട്ടതും നന്ദു തിരിഞ്ഞു നോക്കി. ഇല്ല, കുറച്ചു നേരം. പുഞ്ചിരിച്ചു കൊണ്ടവൾ ഇരുന്നതിൻ്റെ മുകൾ പടിയിലായി അവനും ഇരുന്നു. താനെന്താ കാണണമെന്ന് പറഞ്ഞത്? അതവിടെ നിൽക്കട്ടെ. ഇന്നലത്തെ കേട്ട് എപ്പോൾ ഇറങ്ങി? അവൻ ചിരിച്ചു കാട്ടിക്കൊണ്ട് കയ്യിൽ കിട്ടിയ കല്ലെടുത്ത് കുളത്തിലേക്ക് നീട്ടിയെറിഞ്ഞു. നീ കാര്യം പറ. എനിക്ക് പറയാനല്ല, അറിയാനാ ഉള്ളത്. അറിയാനോ? ചെറു സംശയത്തോടെ അവളെ നോക്കി. നിങ്ങൾ പറയാറുള്ള നിങ്ങളുടെ അച്ചുവിനെക്കുറിച്ച്, അവളുടെ പ്രണയത്തെക്കുറിച്ച്, അങ്ങനെയെല്ലാം. ഒരു നിമിഷം എന്ത് പറയണമെന്നറിയാതെ അവൻ നിശബ്ദനായി. പടിയിൽ നിന്ന് എണീറ്റ് ചെന്ന് അടുത്തുള്ള മതിലിൽ ചാരി നിന്ന് പറയാൻ തുടങ്ങി. ഞാനും മാധവനും ഒരു നാണയത്തിൻ്റെ ഇരുഭാഗങ്ങൾ പോലെയാണ്. അതാണല്ലോ ഞാൻ ഇന്നലെ കണ്ടത്. അവളുടെ മറുപടി കേട്ടവൻ ചിരിച്ചു. സ്നേഹമുള്ളവർ അങ്ങനെയാടി. ഓ ആയിക്കോട്ടെ, പക്ഷേ അതെൻ്റെ പേരും പറഞ്ഞാവരുത്. ഒരു നിമിഷം ഒന്നും പറയാനാവാതെ അവൻ വിദൂരതയിലേക്ക് കണ്ണോടിച്ചു. ഓർമ്മകൾ ഇന്നലകളിലേക്ക് ഇറങ്ങി നടന്നു. അമ്മേ, ഞാൻ ഇറങ്ങാം. അടുക്കളയിലോട്ട് നോക്കിക്കൊണ്ട് വിനു വിളിച്ചു പറഞ്ഞു. അവൻ്റെ ശബ്ദം കേട്ടതും കയ്യിലെ പാത്രം എടുത്തു വെച്ച് അമ്മ അടുക്കളയിൽ നിന്ന് ഇറങ്ങി വന്നു. ഇന്നെന്താ ഇത്ര നേരത്തെ ഉടുത്തുരുങ്ങി? വല്ല പെണ്ണ് കാണലുണ്ടോ? എങ്കിൽ ഞാനും വരാടാ. നല്ല തമാശ. അമ്മയ്ക്ക് ഈയിടെയായിട്ട് ഹ്യൂമർ സെൻസ് വല്ലാണ്ട് കൂടിയിട്ടുണ്ട്. അതും പറഞ്ഞവൻ പുറത്തോട്ട് ഇറങ്ങി നടന്നു. അപ്പോൾ വണ്ടി എടുക്കുന്നില്ലേ? വേണ്ട, ഞാൻ നടന്നോളാം. ആ, നടന്നോ. ഞാനൊന്നും അറിയുന്നില്ലെന്ന് കരുതണ്ട. ഓ ആയിക്കോട്ടെ. ഗേറ്റ് കടന്ന് പാടവരമ്പിലൂടെ നടക്കുന്നതിനിടയിലാണ് പിന്നിൽ നിന്ന് ആരോ വിളിക്കുന്ന ശബ്ദം കേട്ടത്. വിനുവേട്ടാ! പിന്നിൽ അശ്വതിയെ കണ്ടതും അവൻ ധൃതിയിൽ നടന്നു. ഓടല് വിനുവേട്ടാ, നിൽക്ക്. വിനുവേട്ടാ! തോളിൽ കിടന്ന ബാഗ് നേരെ ഇട്ടുകൊണ്ടവൾ ധൃതിയിൽ അവൻ്റെ അടുത്തേക്ക് ഓടി വന്നു. നിന്നോട് മര്യാദക്ക് പറഞ്ഞതാണ് എൻ്റെ പിന്നാലെ വരരുതെന്ന്. ഇഷ്ടം കൊണ്ടല്ലേ വിനുവേട്ടാ. ദേ ഒരൊറ്റ വീക്ക് വെച്ച് തന്നാലുണ്ടല്ലോ. കണ്ണിറുക്കിക്കൊണ്ടുള്ള അവളുടെ സംസാരം കേട്ടവൻ കൈ ഓങ്ങിക്കൊണ്ട് പറഞ്ഞു. പഠിക്കാൻ നോക്കാതെ പ്രേമവും മണ്ണാങ്കട്ടിയും പറഞ്ഞ് നടക്കുന്നു. ഇനി ഇതും പറഞ്ഞെൻ്റെ പിന്നാലെ വന്നാലുണ്ടല്ലോ. സ്കൂളിൽ പൊടി. വിനുവേട്ടാ! ദേഷ്യത്തോടെയുള്ള അവൻ്റെ നോട്ടം കണ്ടതും അവൾ തലതാഴ്ത്തി പാടവരമ്പിലൂടെ അവൻ ധൃതിയിൽ നടന്നകന്നു. ചേട്ടൻ എന്ത് പറഞ്ഞാലും എത്ര വഴക്കിട്ടാലും ഞാൻ ഇതിൽ നിന്ന് പിന്മാറില്ല. എന്നോടാ കളി. പിന്നിൽ നിന്ന് മധുവിൻ്റെ ശബ്ദം കേട്ടതും അവൾ കണ്ണിറുക്കിയ നാവ് ഒരു ഭാഗത്തു കൂടി പുറത്തേക്കിട്ട് പതിയെ പിന്നോട്ട് നോക്കി. കയ്യിൽ വടിയും പിടിച്ചു നിൽക്കുന്ന മാധവിനെ കണ്ട് വാ പൊളിച്ചു നിന്നു. അവൻ അടുത്തു വരുന്നത് കണ്ടതും ബാഗും പിടിച്ച് ഓടാൻ തുടങ്ങി. നിക്കടി, പോടാ.
നിന്നെൻ്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ. വിനുവിൻ്റെ അടുത്തെത്തിയതും കിതപ്പോടെ നടുവിന് കയ്യും കൊടുത്തു നിന്നു. ഒരു നിമിഷം അവൻ ഞെട്ടി. എന്തു പറ്റിയെന്നുള്ള മൗനമായ നോട്ടത്തിന് ചിരിച്ച് കണ്ണുകൊണ്ട് ഒന്നുമില്ലെന്ന് കാട്ടി. ഐ ലവ് യു പറഞ്ഞ് വീണ്ടും ഓടാൻ തുടങ്ങി. ഡി നിക്കടി കുരുപ്പേ, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ മധു അവളുടെ പിന്നാലെ ഓടാൻ? അവൻ്റെ ചോദ്യം കേട്ടതും കയ്യിലെ വടി എടുത്തെറിഞ്ഞ് അടുത്തുള്ള കല്ലിന് മുകളിൽ ചെന്നിരുന്നു. ഡാ, ആ പിശാശിൻ്റെ വണ്ടിയുടെ ചാവി എടുത്തുകൊണ്ടാണ് പോകുന്നത്. ഡി തന്നിട്ട് പോടി, അവൻ ഉറക്കെ നീട്ടി വിളിച്ചു. ഇല്ല. കുരിശ് ഏത് നേരത്താണോ എന്തോ അതിനോട് വഴക്കിടാൻ തോന്നിയത്. ഇന്നൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, അതിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ഡാ, വീട്ടിൽ വണ്ടിയുണ്ട്, അതെടുത്ത് പോയിക്കോ. എന്തോ ആലോചിച്ചു കൊണ്ടവൻ എണീറ്റ് നിന്നു. ആ, ഇനി അതേ ഉള്ളൂ വഴി. അല്ല, നീ ഇതെങ്ങോട്ടാ? ചന്ദ്രമാഷിനെ ഒന്ന് കാണണം. എന്താടാ, പെണ്ണ് കാണാനുള്ള വല്ല പ്ലാനും ഉണ്ടോ? അവനൊന്ന് പുഞ്ചിരിച്ചു. ഈ കാന്താരിമുളകാണെങ്കിൽ എൻ്റെ പൊന്നു വിനു, നീ പെണ്ണ് കെട്ടാത്തതാ നല്ലത്. ഉറക്കം വന്നില്ലേൽ അടുത്തുള്ളവൻ്റെ മൂട്ടിൽ പടക്കം വെച്ച് പൊട്ടിക്കുന്ന മുതലാ. പോടാ, അതൊന്നുമല്ല. അവനൊന്ന് ഇരുത്തുമോളി. പിന്നെ അവിടെ ഒരെണ്ണം മാത്രമല്ലല്ലോ ഉള്ളത്. ആ, അതെന്തേലും ആവട്ടെ, നമുക്കെന്തായാലും ഇവനെയും കാണാം. ഇപ്പോൾ നീക്കാൻ തീരെ ടൈമില്ല. അതും പറഞ്ഞുകൊണ്ട് മധു ധൃതിയിൽ നടന്നു നീങ്ങി. അല്ല, ഇതാര് വിനുവോ? പതിവില്ലാതെ ഈ വഴിക്കൊക്കെ മൂക്കിൻ തുമ്പിലെ കണ്ണട കയറ്റിയിട്ട് കയ്യിലെ പത്രം മടക്കിക്കൊണ്ട് അയാൾ പറഞ്ഞു. ശാരദേ, ഒരു ഗ്ലാസ് ചായ ഇങ്ങെടുത്തോ? വിനു പടികയറിയിരുന്നതും അയാൾ അകത്തോട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു. പറ, എന്തൊക്കെ വിശേഷം? സുഖാണ് മാഷേ. ഞാൻ വന്നത് അമ്പിളി എവിടെയെങ്കിലും ഒരു ജോലി ശരിയാക്കാൻ പറഞ്ഞിരുന്നു. ആ തേജസ്വിനി സ്കൂളിൽ LKGയിലേക്ക് ടീച്ചറെ വേണമെന്ന് പറഞ്ഞിരുന്നു. അമ്പിളിക്ക് താല്പര്യമുണ്ടെങ്കിൽ. അവൾ അകത്തുണ്ട്, ഞാൻ വിളിക്കാം. മോൻ തന്നെ ചോദിച്ചു നോക്ക്. മോളെ അമ്പിളി. ആ, ദാ വരുന്നു അച്ഛാ. ഒരു ഗ്ലാസ് സംഭാരവുമായി അവൾ അവർക്കടുത്തേക്ക് ഇറങ്ങി വന്ന് വിനുവിനെ നോക്കി പുഞ്ചിരിച്ചു. കയ്യിലെ ഗ്ലാസ് അവൻ്റെ കയ്യിൽ കൊടുത്ത് അച്ഛൻ്റെ കസേരയുടെ പിന്നിൽ വന്ന് നിന്നു. മോനെ, നീ തന്നെ പറ. നമ്മുടെ തേജസ്വിനി സ്കൂളിൽ ഒരു ടീച്ചർ വേണമെന്ന് അവിടുത്തെ ഹെഡ് മാഷ് പറഞ്ഞിരുന്നു. അത് കേട്ടപ്പോൾ തന്നെയാണ് ഓർമ്മ വന്നത്. തനിക്ക് താല്പര്യമില്ലെങ്കിൽ വേറെ ആരെങ്കിലും നോക്കാമെന്ന് കരുതി. എന്താ നിൻ്റെ അഭിപ്രായം? അയാളുടെ ആവശ്യപ്രകാരം അവൻ പറഞ്ഞു നിർത്തി. അതിനെന്താ വിനുവേട്ടാ, എനിക്ക് കുഴപ്പമില്ല. എപ്പോൾ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഹെഡ്മാഷിനോട് ചോദിച്ചിട്ട് ഞാൻ പറയാം. ശരിയെന്നാ, ഞാൻ ഇറങ്ങട്ടെ. കയ്യിൽ കിടന്ന ഗ്ലാസ് തിണ്ണയിൽ വെച്ചവൻ അവിടെ നിന്നിറങ്ങി. ഡി, നീ എന്താ വൈകിയേ? ക്ലാസ്സിലോട്ട് കയറുന്നതിനിടയിൽ മീരയുടെ ചോദ്യത്തിന് മറുപടി പറയാതെ അവൾക്കടുത്ത് വന്നിരുന്ന് ബാഗ് തുറന്നു. നീ ഇത് കണ്ടോ? ഉള്ളിലെ മാങ്ങ കയ്യിലെടുത്ത് കാണിച്ചുകൊണ്ട് പറഞ്ഞു. ഇതെവിടുന്നാ? ആ മാധവേട്ടൻ്റെ വീട്ടിൽ നിന്ന്. എന്നിട്ട് ഇന്ന് അങ്ങേരുടെ വായിൽ നിന്ന് ഒന്നും കേട്ടില്ലേ? കേട്ടു. എന്നും കേൾക്കുന്നത് തന്നെയല്ലേ, പക്ഷേ ഇന്ന് അങ്ങോർക്കൊരു മുട്ടം പണിയും കൊടുത്തു. ഇത് കണ്ടോ മോളെ? കയ്യിലെ ചാവി അവൾക്ക് കാണിച്ചുകൊണ്ട് ബാഗിലേക്ക് ഇട്ടു. എൻ്റെ കൃഷ്ണ, നീ എന്തൊക്കെയാടി കാണിച്ചു കൂട്ടുന്നത്? അയാളെങ്ങാൻ ഇങ്ങോട്ട് വന്നാൽ അതോർത്ത് എൻ്റെ മോള് പേടിക്കണ്ട. വന്നാൽ ഞാൻ കൊടുത്തോളും. അതും പറഞ്ഞ് അവൾ മേരിയുടെ താടിയിൽ പിടിച്ചു കുലുക്കി. വൈകിട്ട് വീട്ടിൽ വന്ന് കയറുമ്പോൾ അച്ഛനും അമ്പിളിയും ചേച്ചിയും അപ്പവും എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. കാര്യം തിരക്കിയിട്ടൊന്നും പറഞ്ഞതുമില്ല. അവസാനം കാര്യമറിയാൻ തോളിലെ ബാഗ് ബെഡിലിട്ട് വലിച്ചെറിഞ്ഞ് അമ്മയുടെ അടുത്തേക്ക് ചെന്നു. നമ്മളറിയാതെ ഇവിടെ എന്താ മലമറിഞ്ഞതെന്ന് ഒന്നറിയണമല്ലോ. അടുക്കളയിൽ ചെല്ലുമ്പോൾ അമ്മ പായസം ഇളക്കുക. നല്ല മധുരത്തിൻ്റെ മണം. അടുപ്പിലെ പാത്രത്തിലേക്ക് എത്തി നോക്കിക്കൊണ്ട് മണം മൂക്കിലേക്ക് വലിച്ചു കയറ്റിക്കൊണ്ടവൾ നിന്നു. ഒന്നങ്ങ് മാറച്ചു. അതും പറഞ്ഞ് അമ്മ അവളെ പിന്നോട്ട് തള്ളി. അടുത്തുള്ള പാത്രത്തിൽ നിന്ന് ഉണക്കമുന്തിരി കയ്യിൽ വാരിയെടുത്ത് തിണ്ണയുടെ മുകളിൽ വലിഞ്ഞു കയറിയിരുന്നു. അല്ല, ഇന്നെന്താ പതിവില്ലാതെ പായസമൊക്കെ? വല്ല പരിപാടി ഉണ്ടോ? ഒന്നുമില്ലടി, അമ്പിളിമോൾക്കൊരു ജോലി ശരിയായി. അപ്പോൾ കുറച്ച് മധുരം ഉണ്ടാക്കാമെന്ന് കരുതി. ചേച്ചിക്കോ? എന്ത് ജോലി? അല്ല, എന്നിട്ട് ചേച്ചി ഒന്നും പറഞ്ഞില്ലാലോ? അത്ഭുതത്തോടെ അവൾ പറഞ്ഞു നിർത്തി. അടുത്തുള്ള സ്കൂളിൽ രാവിലെ വന്ന് വിനോദ് പറഞ്ഞതാണ്. ഇവൾ അവനോട് ഒരു ജോലി ശരിയാക്കി തരാൻ പറഞ്ഞിരുന്നു. ഓഹോ, അപ്പോൾ അങ്ങനെയാണല്ലേ? അതും പറഞ്ഞവൾ അവിടെ നിന്ന് ഇറങ്ങി ഓടി. ഡി, നീ ഇതെങ്ങോട്ടാ? വല്ലതും കഴിച്ചിട്ട് പോടി. ഞാനിപ്പോൾ വരാം. ബാഗിൽ കിടന്ന് ചാവിയും കയ്യിലെടുത്ത് പുറത്തോട്ടേക്ക് ഇറങ്ങി. തിണ്ണയിൽ അമ്പിളിച്ചേച്ചിയെ കണ്ടെങ്കിലും വിഷ് ചെയ്യാൻ നിന്നില്ല. എല്ലാം വന്നിട്ട് ഒന്നിച്ചു കൊടുക്കാം. പാടവരമ്പത്തുകൂടി അവൾ മണിയൻ കോവിലകം ലക്ഷ്യമാക്കി ഓടി. അല്ല, ഇതാര്? അച്ചുവോ? ഇന്ന് നേരത്തെ ആണല്ലോ. ക്ലാസ് തുടങ്ങാൻ ഇനിയും സമയമുണ്ടല്ലോ. ലക്ഷ്മിയേച്ചി അത് പറഞ്ഞപ്പോഴാണ് നൃത്തത്തിൻ്റെ കാര്യം ഓർമ്മ വന്നത്. ഇങ്ങോട്ട് പോരുമ്പോൾ എങ്ങനെയെങ്കിലും വിനുവേട്ടനെ കണ്ടാൽ മതി എന്നുള്ള ചിന്ത മാത്രമായിരുന്നു. അതുകൊണ്ട് ചിലങ്കെടുക്കാനും മറന്നു. അത് ചേച്ചി, നേരെവിടെ? അവൾ റൂമിലുണ്ട്. മുത്തശ്ശി? അത് കേട്ടപ്പോൾ ചേച്ചി ഒന്ന് പുഞ്ചിരിച്ചു. ഇല്ല, അമ്പലത്തിൽ പോയിരിക്കുക. അത് കേൾക്കേണ്ട താമസം അകത്തോട്ട് ഓടിച്ചെന്നു. എൻ്റെ കൂടെ കൂടരുതെന്ന് മൂപ്പര് ഓർഡർ ഇട്ടിരുന്നു. നന്നാവില്ല പോലും. അല്ലേലും അവൾ നന്നാവില്ലെന്ന് ചങ്കായ എനിക്കല്ലേ അറിയൂ. റൂമിലോട്ട് കയറി ചെല്ലുമ്പോൾ സ്കൂളിൽ നിന്ന് കിട്ടിയ ഹോംവർക്ക് മൊത്തം എഴുതി തീർക്കുക പാവം. ഇവൾക്ക് മടിയും തോന്നുന്നില്ലേ? ഞാനൊക്കെ സ്കൂളിൽ ബുക്കും തുറന്നിരിക്കുന്നത് തന്നെ ആരുടെയൊക്കെയോ പ്രാർത്ഥന കൊണ്ടാ. ഡി, മതി എഴുതിയത്, നമുക്കൊരിടം വരെ പോവാം. അതും പറഞ്ഞ് അവളുടെ കൈയും പിടിച്ചു വലിച്ചു. ഡി, എനിക്ക് എഴുതാനും പഠിക്കാനും ഒക്കെ ഉണ്ട്. അതൊക്കെ പിന്നെ എഴുതാം. ഞാനും നിൻ്റെ ക്ലാസ്സിൽ തന്നെയല്ലേ? ഒരു പുസ്തകപ്പുഴ വന്നിരിക്കുന്നു. ഇറങ്ങി വാടി. ലക്ഷ്മി ചേച്ചിയോട് ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് അവളെയും കൂട്ടി ഇറങ്ങി.
ഡി നീ ഇതെങ്ങോട്ടേക്കാ വലിച്ചോണ്ട് പോകുന്നത്? എനിക്ക് വിനുവേട്ടനെ ഇപ്പോൾ കാണണം. ഓഹോ, അപ്പോൾ അതിനാണല്ലേ എന്നെയും വലിച്ചോണ്ട് ഇറങ്ങിയത്? ഡി ഇപ്പോൾ വിനുവേട്ടൻ വീട്ടിൽ കാണില്ല, കുളക്കടവിലുണ്ടാവും. ഓഹോ, എന്നാൽ കുളക്കടവെങ്കിൽ കുളക്കടവ്. നീയൊന്ന് വേഗം വാ. അവിടെ എത്തുമ്പോൾ ഒരു പാത്രത്തിൽ പിറക്കാതെ പോയ സയാമീസ് ഇരട്ടകൾ രണ്ടുമുണ്ട്. ഡി മുതുവേട്ടൻ. അതിനെന്താ, അങ്ങേരെ നിന്നെ പിടിച്ച് തിന്നുവോ? നീ ഒന്ന് വന്നേ മീര. അവളുടെ കയ്യും വലിച്ചുകൊണ്ട് പടിയിറങ്ങി ഇവരുടെ അടുത്ത് ചെന്ന് നിന്നു. മധുവിൻ്റെ ഭാവം കണ്ടാൽ തന്നെ അറിയാം രാവിലത്തെ ദേഷ്യം ഒട്ടും കുറഞ്ഞിട്ടില്ലെന്ന്. പക്ഷേ ഇവിടെ ഒരാൾ എന്നെ കണ്ട് ഷോക്കടിച്ച പോലെ ഞെട്ടി നിൽക്കാം. ഹലോ, കൈഞ്ഞൊട്ടി വിളിച്ചതും വിനു കണ്ണു വെട്ടിച്ചു. നീ എന്തിനാടി ഇങ്ങോട്ട് വന്നത്? എവിടെയടി എൻ്റെ ചാവി? വിനുവിൻ്റെ ചോദ്യത്തിന് കാത്തു നിൽക്കുന്ന എനിക്ക് കിട്ടിയത് മധുവിൻ്റെ ചോദ്യവും. മീൻ പിടിക്കാൻ ഒന്ന് പോടോ. നിങ്ങൾ ചേച്ചിക്കൊരു ജോലി ശരിയാക്കിയെന്നറിഞ്ഞു. നേരെ കണ്ട് നന്ദി പറയാമെന്ന് കരുതി. ജോലിയോ? എന്ത് ജോലി? വീണ്ടും മധു ഇടയിൽ കയറിയപ്പോൾ ദേഷ്യം വന്നെങ്കിലും പല്ലിൽ ഞെരിച്ചു കളഞ്ഞു. എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. ചേച്ചി ഒരു ജോലിക്ക് കുറേയായി ശ്രമിക്കുന്നു. അച്ഛന് വയ്യാതായത് മുതൽ ചേച്ചി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. പാവം, നിങ്ങൾ സഹായിച്ച് ഇപ്പോൾ അവൾ ആഗ്രഹിച്ചതുപോലെ ടീച്ചർ ജോലി തന്നെ കിട്ടി എന്നറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ഡോ പട്ടി, ഞാനിവിടെ ഒരു ജോലിക്ക് വേണ്ടി തെണ്ടിത്തിരിയുന്നത് നീ കണ്ടിട്ടില്ലേ? എന്നോട് പറയായിരുന്നില്ലേ കോപ്പെ? മധുവിൻ്റെ സംസാരവും ദേഷ്യവും പരിഭവവും എല്ലാം കൂടിയ മുഖഭാവം കണ്ടപ്പോൾ ചിരിയാണ് വന്നത്. വിനുവേട്ടനാണെങ്കിൽ പരിങ്ങി തുടങ്ങി. അതൂടെ കണ്ടപ്പോൾ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. ചിരിച്ചു. നല്ല പോലെ ചിരിക്കടി, ചിരിക്കി. അവളുടെ ഒരു കൊലച്ചിരി നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടടാ. വിനുവിനെ നോക്കി പറഞ്ഞുകൊണ്ട് എണീറ്റ് പടി കയറി പോവാൻ തുടങ്ങി. ഹലോ, ചാവി വേണ്ടേ? നിൻ്റെ അമ്മൂമ്മക്ക് കൊണ്ടുപോയി കൊടുക്കടി. ഓഹോ, എന്നാലേ ഇതാ വേണേ ചെന്നെടുത്തോ എന്നും പറഞ്ഞ് ചാവി കുളത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ഡി ഒരലർച്ചയോടെ ഇറങ്ങി വന്ന് അവളെ കുളത്തിലേക്ക് തള്ളിയിട്ടു. വെട്ടിയിട്ട പോലെ വെള്ളത്തിനടിയിലേക്ക് അവൾ മുങ്ങിത്താഴ്ന്ന് എണീറ്റ് നിന്നു. പിന്നാലെ മധുവും. വീഴാൻ പോയ നേരത്തെ മൂപ്പരുടെ ഷർട്ടിൽ പിടിച്ചു വലിച്ചു. ഇനി മോൻ അമ്മൂമ്മയോട് സംസാരിച്ച് ചാവിയൊക്കെ മേടിച്ച് മെല്ലെ വാ. അതും പറഞ്ഞ് ഒന്നുകൂടി അവനെ വെള്ളത്തിലേക്ക് തള്ളിയിട്ട് അവൾ കരയിലേക്ക് കയറി. മുടിയിലെ വെള്ളം കളഞ്ഞ് ചുരുട്ടിക്കെട്ടി കയറിപ്പോവാൻ തുടങ്ങി അവൾക്ക് നേരെ വിനു ഷർട്ട് അയച്ചു കൊടുത്തു. സ്നേഹത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് അത് വാങ്ങി അണിഞ്ഞു. ഷർട്ട് മാത്രമാക്കണ്ട, എല്ലാം കൊടുക്ക് കുട്ടിപ്പിശാശി. പോടാ പട്ടി. കുളത്തിൽ നിന്ന് മധുവിൻ്റെ പറച്ചിലും മറുപടിയും പറഞ്ഞ് മീരയുടെ കയ്യും പിടിച്ച് നടന്നു. ഡി പെണ്ണേ, ആ പിശാശിൻ്റെ കൂടല്ലേ, എപ്പോൾ ചോര കുടിക്കുമെന്ന് പറയാൻ പറ്റില്ല. മധുവിൻ്റെ സംസാരം കേട്ട് പിന്തിരിഞ്ഞ് അവനെ തന്നെ നോക്കി നിൽക്കുന്ന മീരയെ വകവെക്കാതെ അവൾ പിടിച്ചു വലിച്ചുകൊണ്ട് നീങ്ങി. നിനക്ക് വലിയ കാര്യമുണ്ടായിരുന്നോ മധു? ആഹാ, ഗുരുവിനപ്പം സംസാരശേഷി നഷ്ടപ്പെട്ടില്ലല്ലേ? അടിയും കരുതി ഊമയായെന്ന്. നിന്ന് വാചകമടിക്കാതെ കയറിവാടാം. മധുവിനെ നേരെ കൈനീട്ടിക്കൊണ്ട് പറഞ്ഞതും അവൻ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് വിനുവിനെ വെള്ളത്തിലേക്ക് വലിച്ചിട്ടു. നീ എന്ത് പണിയാ കാണിച്ചേ? എണീറ്റ് നിന്നുകൊണ്ടുള്ള വിനുവിൻ്റെ ചോദ്യത്തിന് അവൻ എളിച്ചു കാണിച്ചു. ഇനി മോനും കൂടി തപ്പ് ആ കുരിശ് വലിച്ചെറിഞ്ഞ ചാവി. അയ്യടാ, ഒറ്റയ്ക്ക് തപ്പിയെടുത്താൽ മതി. ഞാൻ പറഞ്ഞോ അവളോട് വഴക്കിടാൻ? അവൾ നേരെ ചോദിച്ചതല്ലേ ചാവി വേണ്ടേന്ന്. അപ്പം നിനക്ക് പറ്റിയില്ല. ഓ പിന്നെ, ആ പിശാശ് അത്ര പെട്ടെന്ന് തരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞാലും ഇല്ലേലും അവൾ ഇങ്ങനെ കാണിക്കൂ. മിക്കവാറും അവളുടെ അവസാനം എൻ്റെ കൈ കൊണ്ടായിരിക്കും. അല്ല, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാനിവിടെ ഒരു ജോബിന് വേണ്ടി തേരാപ്പാര നടക്കുന്നത് നീ കാണുന്നില്ലേ കോപ്പെ? എന്നിട്ട് അവളുടെ മറ്റവൾ കാക്കി കൊടുത്തിരിക്കുന്നു. അതവൾ അത്രയ്ക്ക് പറഞ്ഞതുകൊണ്ടാണ്. അല്ലേലും നിനക്കതൊന്നും സെറ്റാവൂല. LKG കുട്ടികളെ പഠിപ്പിക്കുവാന്ന് വെച്ചാൽ അതും ഈ ഗ്ലാമറും ഈ പഠിപ്പും വെച്ച്. മോനെ തള്ളല്ലേ, മൊയ്ജാതൊക്കെ ചാവി തപ്പിയെടുക്ക്. പിന്നെ ഷർട്ടൊക്കെ ഊരിക്കൊടുക്കുന്നത് കണ്ടു. അവൾ ഒലിപ്പിച്ചൊലിപ്പിച്ച് നടന്ന നീ അതിൽ വീണോ? അതിന് ഇത് മധുവല്ല, വിനുവാ. അവളുടെ വസ്ത്രം നനഞ്ഞൊട്ടി നിൽക്കുന്നത് കണ്ടു കൊടുത്തതാ. വീട് വരെ അങ്ങനെ പോവണ്ടെന്ന് കരുതി. ഓ പിന്നെ, ഞാനിവിടെ 10 എണ്ണത്തിന് വളച്ചൊടിച്ച് പെട്ടിയിലാക്കിയേക്കുമല്ലേ. ഒന്ന് പോടാ. അത് പിന്നെ പെൺകുട്ടിയോൾ നിന്നെ നോക്കാത്തത് എൻ്റെ കുറ്റമല്ലല്ലോ. ഓവറാക്കി ചളാക്കണ്ട. ചാവി കിട്ടി, വാ പോവാം. അതും പറഞ്ഞുകൊണ്ട് മധു കുളത്തിൽ നിന്ന് കയറി പടിയിലിരുന്നു. പിന്നാലെ വിനുവും. എനിക്കും ഉണ്ടാവും ഒരുത്തി എവിടെയെങ്കിലും എന്നെയും കാത്ത്. ഉണ്ടാവും. പോടാ. ഡി നീ എന്താ നനഞ്ഞിരിക്കുന്നത്? അകത്തോട്ട് കയറുന്നതിനിടയിൽ ചാരുകസേരയിൽ ഇരുന്നു കൊണ്ടുള്ള അച്ഛൻ്റെ ചോദ്യം കേട്ടതും അവൾ നിന്നു. ഇന്ന് ടീച്ചർ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന വിദ്യ പറഞ്ഞു തന്നു. അതൊന്ന് ട്രൈ ചെയ്തതാ. എന്നിട്ട് പൊങ്ങിയോ? പിന്നെ ഞാൻ അടിയിലായിരുന്നെങ്കിലും മുകളിൽ ഒരുപാട് കുമിളകൾ പൊങ്ങി. അതും പറഞ്ഞ് എളിച്ചുകൊണ്ട് അകത്തോട്ട് ചെന്ന് റൂമിൽ കയറി കതകടച്ച് കണ്ണാടിക്ക് മുന്നിൽ വന്ന് നിന്നു. അച്ഛനെ വീടിന് പുറത്ത് കണ്ടപ്പോൾ അയച്ച് ചുരുട്ടിപ്പിടിച്ച ഷർട്ട് അവൾ നിവർത്തി അണിഞ്ഞു. കോളർ പിടിച്ചുകൊണ്ട് അതിൻ്റെ ഗന്ധം ആസ്വദിച്ചുകൊണ്ട് നിന്നു. പെട്ടെന്ന് വാതിൽ തുറന്നു ശബ്ദം കേട്ടതും അവൾ ഞെട്ടിത്തിരിഞ്ഞു നിന്നു.